ഹലോ, ഇന്നെന്താ വീഡിയോ എന്നല്ലേ ഒരു കപ്പ വരുത്തി വെച്ച മുട്ട പണിയുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് ഒക്ടോബർ ഫസ്റ്റ് വീക്കായിരുന്നേ. പക്ഷേ ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെപ്റ്റംബർ 22-22 തീയതിക്കുള്ളിൽ നമുക്ക് എടുക്കാമെന്ന്. അപ്പോൾ 18 തീയതി ചെക്കപ്പിന് ചെല്ലാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിവിടെ വേദന 14 തീയതിയേ വന്നു. 14 തീയതി എന്ന് പറയുന്നത് സൺഡേ ആയിരുന്നു. എല്ലാ സൺഡേയിലും വീട്ടിൽ ഇറച്ചിയും കപ്പയും മസ്റ്റാണ് കേട്ടോ. കപ്പ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ കൊതി വരാതിരിക്കുന്നത്. ഞാൻ ആ കപ്പ എടുത്ത് കുറച്ച് കഴിച്ചു. ഡോക്ടർ പറഞ്ഞിരുന്നു ഗ്യാസ് ഐറ്റംസ് ഒന്നും കഴിക്കരുതെന്ന്. പക്ഷെ ഞാൻ കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയറെല്ലാം കൂടെ ഉരുണ്ട് വന്ന് കമ്പിച്ച് കിടന്ന് ഭയങ്കര വേദന, ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ചെയ്യണം? കുറച്ച് നേരം കൂടെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരെ ഇരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര വേദന, സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ബാ എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പക്ഷേ സൺഡേ അല്ലേ, ഡോക്ടേഴ്സൊന്നും കാണത്തില്ലല്ലോ. പക്ഷേ എന്തുമായാലും ഞങ്ങൾ റെഡിയായി പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. കാരണം വീണ്ടും ഇന്ന് തിരിച്ച് വരണ്ടായല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. അവിടെ ചെന്ന് കുറേ നേരം കഴിഞ്ഞ് ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ വന്നു. ഡോക്ടർ PV ചെക്ക് ചെയ്തു. അതിനുശേഷം ട്രിപ്പൊക്കെ ഇട്ട് ഡോക്ടർ ചോദിച്ചു എന്താ കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് കപ്പയെന്ന്. ഡോക്ടർ കുറേ വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ലേഡീസ്, അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ ലേഡീസിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദയവ് ചെയ്ത് 9ാം മാസം ആകുമ്പോൾ കപ്പ അതേപോലെ ഗ്യാസ് ഐറ്റംസ് ഒന്നും നിങ്ങൾ കഴിക്കരുത് കേട്ടോ. ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല നമുക്ക് വഴക്ക് കേൾക്കും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേന്ന് നോക്കി. അതിനുശേഷം ചൊവ്വാഴ്ചയാണ് ഡെലിവറിക്ക് കയറ്റുന്നത് കേട്ടോ. ഇത് സ്കാൻ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അന്നേരമാണ് ഹസ്ബൻഡിന് ഒന്ന് വീഡിയോ ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം തോന്നിയത്. ടെൻഷൻ അടിച്ചിരിക്കുക, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സ്കാനിങ് എല്ലാം നോർമലായിരുന്നു. കുഞ്ഞിന് വെയിറ്റ് ഉണ്ടായിരുന്നു. ഡ്രിപ്പ് ഡിസ്കണക്ട് ചെയ്യുന്ന സമയമാണേ. ഇത് ചൊവ്വാഴ്ച ദിവസത്തെ വീഡിയോ കേട്ടോ. ചൊവ്വാഴ്ച രാവിലെ എല്ലാവരും വന്നു, ബന്ധുക്കളെല്ലാം വന്നു. കാരണം 10:30 ടൈം പറഞ്ഞത്. ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്തിട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ബന്ധുക്കളും അമ്മായിമ്മയും അമ്മായിപ്പനും അമ്മാച്ചനും എല്ലാവരും ചേട്ടത്തി എല്ലാവരും വന്നിട്ടുണ്ട്. അതിന് ശേഷം എന്നെ സിസ്റ്റർ വീൽ ചെയറിൽ ഇരുത്തി ചേട്ടത്തി വന്ന ചേട്ടത്തിയുടെ ആഗ്രഹം പറയുന്നത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വേണമെന്ന്. അപ്പോൾ അതാ വരുന്നു മമ്മി ഉമ്മയുമായിട്ട്. അങ്ങനെ എല്ലാവരും ഉമ്മയും തന്നു, ഫോട്ടോയും എടുത്ത് എന്നെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ. ആളിങ്ങെത്തി കേട്ടോ. അതേ ആൺകുട്ടിയാണ്. ആളിനെ ഇതാണ്ട് കൊണ്ട് കൊടുക്കുന്നു. എൻ്റെ മോൻ്റെ കയ്യിലോട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവൻ എങ്ങനെ എടുക്കണമെന്ന് പോലും അവനറിയില്ല കേട്ടോ. പാവം, അവന് ഒരുപാട് ആഗ്രഹമായിരുന്നു എടുക്കണമെന്നുള്ളത്. പക്ഷെ അവന് ആരും പറഞ്ഞു കൊടുക്കാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എല്ലാവരും ആ കുഞ്ഞിനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും അങ്ങനെ നിന്നുപോയി. ചേട്ടത്തിൻ്റെ മോൻ എടുത്തു. അതിനുശേഷം ആ ഹസ്ബൻഡെ കൊടുക്കുന്നു. അതിനുശേഷം റൂമിലോട്ടാക്കി. എൻ്റെ അമ്മാച്ചൻ്റെ വൈഫാണ് നോക്കിയത് കേട്ടോ. സിസ്റ്റർ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുവാണ് ഹസ്ബൻഡിനോട്. മോനെടുക്കാൻ പറ്റാത്തതിന് മോന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. പുള്ളിക്കും എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഇതിലങ്ങ് നിന്നു. അതിനുശേഷം എന്നെ റൂമിൽ പിറ്റേ ദിവസം ഇറക്കി അന്നേരമാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത് കേട്ടോ. എൻ്റെ മോനും കൂടെയുണ്ട്. ഓക്കെ, കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.